സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക്, മുംബൈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മുംബൈയിലെ നെഹ്റു സയൻസ് പാർക്കിലാണ്. സയൻസുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ആ പാർക്കിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ നെഹ്റു സയൻസ് പാർക്ക്, മുംബൈയിലെ നെഹ്റു സയൻസ് പാർക്കിൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സയൻസ് സെൻറ്ററിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മുംബൈയിലെ വാർലി എന്ന സ്ഥലത്താണ് ഈ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യം കയറുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ച. ഏകദേശം 15 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന വ്യത്യസ്തമായ ഒരു സയൻസ് പാർക്കാണിത്. ആദ്യത്തെ കാഴ്ചകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പഴയകാലത്തെ ആവി എൻജിൻ ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ വലിയ ഒരു ബോർഡുമുണ്ട്, നെഹ്റു സയൻസ് സെൻറ്റർ. അതിനുശേഷം ഇവിടെ പഴയ കാലത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ലോറിയുടെ ഒരു കാഴ്ച. അന്ന് എങ്ങനെയാണ് ലോറി പ്രവർത്തിച്ചിരുന്നത് എന്ന് വളരെ രസകരമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ പോലുള്ള ആക്സിലുകൾ ഒന്നുമില്ലായിരുന്ന ഒരു കാലം. പൽചക്രത്തിൽ ചങ്ങലയിട്ട് ടയർ ആണ് അന്ന് കറക്കിയിരുന്നത് എന്ന് നമുക്കിവിടുന്ന് കാണുമ്പോൾ മനസ്സിലാകും. മറ്റ് വ്യത്യസ്തമായ കാഴ്ചകളിലേക്ക് പോവുകയാണ്. 1800കളിൽ ഉണ്ടായിരുന്ന കുതിരവണ്ടിയുടെ കാഴ്ചയാണ് അതിലൊന്ന്. അതും ഇവിടെ ഭംഗിയായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഏതാണ്ട് അതേ കാലയളവിൽ തന്നെ ഉണ്ടായിരുന്ന ബസ്സിൻ്റെ കാഴ്ചകൾ. ഒരു 150-200 വർഷം മുമ്പുണ്ടായിരുന്ന ബസ്സിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഇത് ജനറേറ്ററിൻ്റെ കാഴ്ചയാണ്. വൈദ്യുതി ആ കാലത്ത് ഇതുപോലെ വലിയ ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷം ഈ പാർക്കിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. നിരവധി വിദ്യാർത്ഥി സമൂഹങ്ങൾ, ടീച്ചർമാർ എല്ലാം ഈ പാർക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഒരു പഴയ യുദ്ധവിമാനത്തിൻ്റെ കാഴ്ച അതിനോടൊപ്പം. അതിനടുത്തായി തന്നെ മനോഹരമായ പല കാഴ്ചകളും. ഒരാൾ ചിന്തയായി ഇരിക്കുന്ന കാഴ്ച. ഇവിടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ശാസ്ത്രജ്ഞന്മാരുടെ ശില്പം വെച്ചിട്ടുണ്ട്. കുറേ ആളുകളുടെ HD ബാബ, അങ്ങനെ കുറേ ആളുകളുടെ, അതും ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ പഠനത്തിനായി വന്ന നിരവധി വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർന്നിട്ടുള്ള അധ്യാപകരെയും ഒക്കെ ഇവിടെ കാണാം. ഇതുപോലെ ജുറാസിക് വേൾഡ് പോലുള്ള ശില്പങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാഴ്ച. നമ്മളിപ്പോൾ പാർക്കിലെ കാഴ്ചകളാണ് കണ്ടത്. പാർക്കിലെ കാഴ്ചകൾക്ക് ശേഷം ഒരു കെട്ടിടത്തിനകത്ത് കുറേ സയൻസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാഴ്ചകളുണ്ട്. പ്രധാനമായും കുട്ടികളെ ഉദ്ദേശിച്ചാണ്, എങ്കിലും മുതിർന്നവർക്കും വളരെയധികം കൗതുകം തന്നെയായിരിക്കും അത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇനി നമ്മൾ സയൻസ് സെൻറ്ററിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. ഇതാണ് സയൻസ് സെൻറ്ററിൻ്റെ മെയിനായിട്ടുള്ള കെട്ടിട ഭാഗം. ഈ സയൻസ് സെൻറ്റർ സന്ദർശിക്കണമെങ്കിൽ 70 രൂപ ടിക്കറ്റ് എടുത്ത് ആണ് അകത്ത് പ്രവേശിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ സയൻസ് സെൻറ്ററിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. വളരെ നിഗൂഢത നിറഞ്ഞ ചില കാഴ്ചകളാണ് ആദ്യമേ തന്നെ നമുക്ക് കാണുവാനുള്ളത്. എല്ലാം സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കൂടുതലായും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതേറെ ഉപകാരപ്പെടുക. ഏകദേശം ഒരു ദിവസമെങ്കിലും രാവിലെ വന്നാൽ വൈകുന്നേരം വരെയെങ്കിലും ഈ മ്യൂസിയത്തിൽ ഈ സയൻസ് സെൻറ്ററിൽ ചെലവഴിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓടിച്ചൊന്ന് കണ്ടുപോയാൽ ഒന്നും തന്നെ മനസ്സിലാവില്ലാത്ത അവസ്ഥ. 3 നിലകളിലായിട്ടാണ് ഈ സയൻസ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. 3 നിലയിലും വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ വച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് സയൻസിൻ്റേതായിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് പരീക്ഷിച്ച് നോക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് ആണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്.
എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ഒന്ന് കണ്ടിങ്ങനെ പോവുക എന്നതിലപ്പുറത്തേക്ക് നമുക്കിതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിസ്മയത്തോടുകൂടി ഇതെല്ലാം ഒന്ന് നോക്കുക, കാണുക. സമയം അധികമില്ലാത്തത് കൊണ്ട് തന്നെ പരീക്ഷണ പരിപാടികൾക്കൊന്നും നമ്മൾ നിന്നില്ല. എല്ലാം ഓടിച്ചൊന്ന് കാണുകയാണ്. മുതിർന്ന ആളുകൾക്ക് ഇതെല്ലാം ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഈ സയൻസ് സെൻറ്റർ 1985 കേട്ടോ തുറന്നു കൊടുത്തത്. ലോകത്തിലെ തന്നെ അന്ന് ഏറ്റവും വലിയ സയൻസ് സെൻ്ററായിരുന്നു 1985. ആദ്യമായിട്ടാണ് അങ്ങനൊരു സയൻസ് സെൻറ്റർ ലോകത്ത് അന്ന് വന്നത് തന്നെ. പഴയകാല റേഡിയോയുടെ കാഴ്ചകളാണ്. അതിൽ തന്നെ ആകാശവാണിയിലെ വാർത്തകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ മരിച്ചത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, അങ്ങനെയുള്ള അന്നത്തെ റേഡിയോ വാർത്തകൾ വീണ്ടും അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈറ്റ് സൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആണ് അടുത്തതായി പോകുന്നത്. ധാരാളം കുട്ടികൾ, അതായത് UP സ്കൂള്, ഹൈസ്കൂള് വിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികളാണ്. എല്ലാവരും ചാടി തിമിർക്കുന്ന കാഴ്ചയാണ്. അവരെ നിയന്ത്രിക്കാനായി അധ്യാപകർ പെടുന്ന പാട് മറ്റൊരു വശത്ത്. ഇലൂഷൻ എന്ന ഒരു കാറ്റഗറിയിലേക്കാണിപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇതൊക്കെ വളരെ സമയമെടുത്ത് ആസ്വദിക്കാൻ പറ്റുന്ന ശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. സമയം നന്നായിട്ടെടുത്ത് കാഴ്ചകൾ കണ്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ഈ നെഹ്റു സയൻസ് പാർക്ക്. പക്ഷേ ഓടിച്ചൊന്ന് വന്ന് ചാടി പോകുന്ന ആളുകൾക്ക് ഇതിന് ഒന്ന് കണ്ട് പെട്ടെന്ന് പോവുക എന്നതിലപ്പുറമില്ല. വളരെ ശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. അത് വരുന്ന വിദ്യാർത്ഥികൾ ഇത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂർ എൻജോയ്മെൻറ്റ് ചെയ്യുന്നു എന്നതിലപ്പുറത്തേക്ക് അവരുടെ വികൃതികൾ, അവരെ നിയന്ത്രിക്കുന്ന അധ്യാപകർ, അതൊക്കെയാണ് ഈ ശാസ്ത്ര മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു നിമിഷം അവരെ കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ അവന്മാർ ഇവിടെയുള്ള എല്ലാം എടുത്ത് തകർക്കും. അങ്ങനെയുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ സയൻസ് മ്യൂസിയത്തിൽ കാണാൻ പറ്റുക. ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, അങ്ങനെ അതിൻ്റേതായ ഒരു അന്തരീക്ഷമാണ് ഈ ശാസ്ത്ര മ്യൂസിയത്തിൽ. കമ്പ്യൂട്ടറിൻ്റെ വന്ന തൊട്ട് ഇന്ന് വരെയുള്ള വ്യത്യസ്തമായ തലങ്ങളുടെ കാഴ്ച ഒരു വശത്ത്. വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവിടെ വിസിലൊക്കെ അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ വിവിധ തലത്തിലുള്ള എന്തെല്ലാം ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്ന ഭാഷയിൽ ഇവിടെ അനൗൺസ്മെൻറ്റ് ചെറുതായിട്ട് പോകുന്നുണ്ട്. ഇത് ഗിയർ സിസ്റ്റത്തിൻ്റെ കാഴ്ചയാണ്. പൽചക്രമൊക്കെ എങ്ങനെ തിരിഞ്ഞ് എങ്ങനെ പോകുന്നു എന്ന കാഴ്ച. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഒരു ടൈമിംഗ് ചലഞ്ചാണ്. അപ്പോൾ അതിങ്ങനെ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിരുന്നു ഇത് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സയൻസ് പാർക്കിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ മുംബൈയുടെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അങ്ങനെ ഈ സയൻസ് പാർക്കിൽ നിന്നും മടങ്ങുകയാണ്. മുംബൈയിലെ സയൻസ് പാർക്കിൻ്റെ, നെഹ്റു സയൻസ് പാർക്കിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.